ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ഡീൽസിലേക്ക് സ്വാഗതം. ഞാൻ ദേ ഇപ്പോൾ ഇവിടെ എഡ്മണ്ടൺ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ 2-3 വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് പോവാന്നുള്ളത്. അപ്പോൾ ഇന്നാണ് പോണത്. ഭയങ്കര സന്തോഷമുണ്ട്, എക്സൈറ്റഡ് ആണ്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയും ഒരു മണിക്കൂറുണ്ട്. ഒരു മണിക്കൂറല്ല കേട്ടോ, 3 മണിക്കൂറുണ്ട്. അപ്പം ഞാൻ അവിടെ പിന്നിലൊരു വാക്ക് ബോക്സ് ഉണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടല്ല വന്നത്. 4 മണിക്ക് ഫ്ലൈറ്റ്, 4:50 നമ്മൾ കുറച്ച് നേരത്തെ എത്തണമല്ലോ. അപ്പം ഞാൻ നേരത്തെ എത്തി. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇത് ജഗ്മോഹൻ ആദ്യമായിട്ടാണ് എഡ്മണ്ടൺ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഫ്ലൈ ചെയ്തത് ടൊറൻറ്റോ ടു ആൽബർട്ട ഞാൻ ഫ്ലൈ ചെയ്യുക ചെയ്തത്. അപ്പം ഞാൻ എഡ്മണ്ടൺ എയർപോർട്ട് ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വന്നപ്പോൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഈ ഒരു എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജഗ്മോഹൻ ആൽബർട്ടയിലേക്ക് വന്നത് അവൻ ബൈ റോഡാണ് വന്നത്, ഡ്രൈവ് ചെയ്താണ് വന്നത്. അപ്പോൾ അവനും എയർപോർട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒരുമിച്ച് ഈ ഒരു എയർപോർട്ട് കാണാൻ കിട്ടിയതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിനോട് ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഞങ്ങൾക്ക്. എന്നാലും ഞങ്ങൾ തിരിച്ച് വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. വോക്ക് ബോക്സിൻ്റെ ആ എവരിഡേ വാല്യൂ മെനു കാണിച്ചത് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. വേറെ ഭയങ്കര ലൈറ്റായിട്ട് കഴിക്കാൻ തന്നെ വിചാരിച്ചുകൊണ്ട് ഒരെണ്ണം മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞങ്ങളെപ്പോഴും 2 പേർക്കും വേറെ വേറെ ഓർഡർ ചെയ്തിട്ട് ഷെയർ ചെയ്യുക ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്തില്ല, ഒരെണ്ണം തന്നെ വാങ്ങിയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ ഒരു സമയം ആയതുകൊണ്ടാണോ അതോ ഇത് ഡൊമസ്റ്റിക് ഫ്ലൈ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എയർപോർട്ട് കാലിയായിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ നമ്മളവിടെ നിന്നിരുന്ന ആ സ്ഥലത്ത് ഒരു എന്താ പറയുക, എയർപോർട്ടാണെന്നുള്ള രീതിയിൽ ഒന്നും തോന്നില്ല. അത്രയും ആൾക്കാർ കുറവായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇവൻ എന്ത് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തതെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. ഞാനത് മറന്നുപോയി. എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു മുഖം വെച്ചിട്ട് ഞാൻ എന്തോ പറഞ്ഞത്. ഇവിടെ പിന്നെ ഞങ്ങൾ ഓർത്തു ചെറിയൊരു സ്നാപ്പ് എടുക്കാമെന്ന് കരുതിയിട്ട് നോക്കിയപ്പം അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ടേബിൾ കാലിയായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഫോൺ കൊണ്ടുവച്ചിട്ട് ഓടിപ്പോയിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ ഞങ്ങളുടെ 2 പേരുടെയും. അപ്പോഴത്തേക്കും ഫുഡ് റെഡിയായി. അവർ നമ്പർ വിളിച്ചു. അപ്പോൾ ഇവൻ ഓൾറെഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് ഫുഡ് എടുത്തിട്ട് വന്നു കേട്ടോ. റൈസാണ് കൂടെ കിട്ടിയിരിക്കുന്നത്, ബീഫും ചിക്കനും പീനട്ട്സും. ഞങ്ങളുടെ ഗേറ്റ് 50 ആണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് മുമ്പോട്ട്, അതായത് 1ന്റെ ഭാഗത്തേക്ക് നടന്ന് നോക്കിയതാട്ടോ. പക്ഷെ ഇവിടെ ഒന്നും ഒരു തിരക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു തിരക്കില്ല. വളരെ കുറവ് മനുഷ്യർ മാത്രമേ ഉള്ളൂ കേട്ടോ. വെരി ലെസ് പീപ്പിൾ. അങ്ങോട്ടൊന്നും ആരുമില്ല. ഓക്കെ, എഡ്മണ്ടൺ എയർപോർട്ട് അത് എംപ്റ്റി കംപ്ലീറ്റ്ലി. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഗേറ്റ് നമ്പർ ഇപ്പോൾ എഴുതാം. കണ്ടോ, അങ്ങ് അറ്റം വരെ ഒരു മനുഷ്യനും ഞാനില്ല. കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങോട്ടുണ്ട് കേട്ടോ, പക്ഷെ ഈ പിൻഭാഗത്തേക്കൊന്നും ആരും ഇല്ല. വെറുതെ ഒന്ന് നടന്നു വന്ന് നോക്കിയിട്ട് ഇവിടെ എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത്രയും ദൂരത്തേക്ക് വന്നപ്പോൾ ഇവിടെ ആകെ കൂടി അത് ഒരു ഡിമോട്ടൻസ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ എന്നാലും കൊള്ളാട്ടോ. നമുക്ക് ശാന്തമായിട്ട് വന്നിരിക്കാം. എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ളവർക്കോ ഡെഡ് ലൈൻസ് ഉള്ളവർക്കൊക്കെ തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ചെയ്താൽ മതി, ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. ഈ ഒരു അറ്റത്തേക്ക് വന്നപ്പോഴാട്ടോ ഒരു കാര്യം കണ്ടത്. ഈ ഏതൊരു എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവർ വാഷ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാനത് ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് അവർ അവിടെ വെസ്റ്റ് ജെറ്റിൻ്റെ ഉണ്ടായിരുന്നു, എയർ കാനഡ ഉണ്ടായിരുന്നു. 2 ഫ്ലൈറ്റ്, ഇൻ്റർനാഷണൽ ആണ്, ഡൊമസ്റ്റിക് അല്ല. ആ ഫ്ലൈറ്റ്സ് അവർ ഇപ്പം മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത്. പക്ഷെ എന്നാലും അവർ അവിടെ അത് വാഷ് ചെയ്യുമായിരുന്നു. ഞാൻ ട്രക്ക് വാഷിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, അതായത് പവർ വാഷിംഗ്. പക്ഷെ ഒരു പ്ലെയിൻ കണ്ണിൻ്റെ മുമ്പിൽ വാഷ് ചെയ്തെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ഇരുന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്കിങ്ങനെ ഒന്നിച്ച് ജോലിയുടെ തിരക്കുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ, അതും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണല്ലോ.
അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല കാര്യങ്ങളെ പറ്റിയിട്ട്. മെയിനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് അവിടെ നടക്കുന്ന ആ പ്ലെയിൻ ഒരു വാഷ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ജഗ്മോഹൻ ചെയ്യുന്നത് പവർ വാഷിംഗ് ആണ്, ട്രക്കിൻ്റെ ആണെന്ന് മാത്രം. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ പറയാണ്, ഞാൻ പറഞ്ഞു അത് പവർ വാഷിംഗ് ആണല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയാം, ആ പവർ വാഷിംഗ് തന്നെയാണ്, പക്ഷെ അത് നെക്സ്റ്റ് ലെവൽ പവർ വാഷിംഗ് ആണെന്ന്. അത് സത്യമായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് കണ്ടൊരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന്. പിന്നെ അത് മാത്രമല്ല, അവിടെ വേറെയും കുറെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ മഞ്ഞ് മാറ്റുന്ന വണ്ടികൾ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല. അതിങ്ങനെ റൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ആ വണ്ടി ഓടിക്കുന്നവർ എങ്ങനെയാണ് ഓടിക്കണേന്നുള്ള കാര്യം സംശയം. കാരണം അത് കണ്ടു നിന്നിട്ട് എനിക്ക് തന്നെ തല കറങ്ങി, അത്രയും വട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇത് ഭയങ്കര എന്താ പറയാ, വാല്യൂ ആയിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ. വീഴുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ നിന്നു, അധികം വീഴുന്നില്ല. ആ കാണുന്നത് വെസ്റ്റ് ജെറ്റിന്റെ ആട്ടോ, മറ്റത് എയർ കാനഡ. ആ കാണുന്നത് ഇത് എയർ കാനഡ, ഇത് വെസ്റ്റ് ജെറ്റ്. ആ വണ്ടി മഞ്ഞ് ക്ലീൻ ചെയ്യണ്ട കേട്ടോ. ഫ്ലൈറ്റിൽ കയറി കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഇത് നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈ ആണല്ലോ, ഒരു 2 hours ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ കയറി അപ്പോൾ തന്നെ സ്നാക്സ് തന്നു. ഒരെണ്ണം സെലിബ്രേഷൻസിൻ്റെ ഒരു കുക്കിയും മറ്റത് എനിക്ക് തോന്നുന്നു ഗാർലിക് സ്റ്റിക്സ് ആയിരുന്നു തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല അതെന്തായിരുന്നു എന്നുള്ളത്. നമുക്ക് ചൂസ് ചെയ്യായിരുന്നു, ഇതർ കുക്കി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ സ്നാക്ക്. പിന്നെ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, ബിയർ ഉണ്ടായിരുന്നു, വൈൻ ഉണ്ടായിരുന്നു, വെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ഒരു ആപ്പിൾ ജ്യൂസും ഈ ഒരു കുക്കി ആയിരുന്നു കേട്ടോ. കുക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൊട്ടി പൊട്ടിയാണ് വന്നത്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു കുഞ്ഞിതായിരുന്നു കേട്ടോ, ചെറിയൊരു കുക്കി. ഇത് ഞാൻ എപ്പോഴും കടയിൽ കാണുന്നതാണ്, സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞിട്ട് വാൾമാർട്ടിലും നോഫ്രൽസിലും എല്ലാ സ്ഥലത്തും ഇത് കാണാറുണ്ട്. പക്ഷെ ഞാനിത് അങ്ങനെ മേടിക്കാറില്ല. നല്ല ചോക്ലേറ്റി കുക്കിയാണ്, പക്ഷെ എന്നാലും വാങ്ങാറില്ല കേട്ടോ. ടേസ്റ്റിയാണ്, സംശയമൊന്നുമില്ല. ആരെങ്കിലും കാനഡയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതേ ആപ്പിൾ ജ്യൂസ് വന്നു, അതും ഈ ഒരു കുഞ്ഞി കപ്പിലാണ് തന്നെ. യൂഷ്വലി ഞാൻ ട്രൈ ചെയ്യുന്ന ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് എയർപോർട്ടിൽ വെച്ച് ട്രൈ ചെയ്തിട്ടുള്ള ആപ്പിൾ ജ്യൂസിന് ഒരു ചെറിയൊരു പുളിപ്പുണ്ടാവും. പക്ഷെ ഇത് നല്ലതായിരുന്നു കേട്ടോ. ഇതിനധികം പുളിയൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പൈലറ്റ് അനൗൺസ് ചെയ്തത് നമ്മളുടെ എയർക്രാഫ്റ്റും വാഷ് ചെയ്യാൻ പോവാന്ന്. അതായത് നേരത്തെ ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരുന്നിരുന്നില്ല ആ ഒരു പവർ വാഷിങ്, അത് നമ്മളുടെ ഫ്ലൈറ്റിനും ചെയ്യാൻ പോവാണെന്ന് അവർ അനൗൺസ് ചെയ്തു. അപ്പോൾ അതേ ആ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക കേട്ടോ. ഈ വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര ഫോഴ്സിലാണ് ആ വെള്ളം വരുന്നത്. അതിപ്പം ഞാൻ വിൻഡോ സൈഡിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് വിൻഡോ ക്ലീൻ ചെയ്യുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഫുള്ളായിട്ട് വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ആ ഭയങ്കര ചൂടുള്ള വെള്ളം കേട്ടോ അത്, തണുത്തത് നമുക്ക് ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പറയും ഡി ഐസിങ് ചെയ്യാമെന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ക്ലീനായി നമ്മുടെ വിമാനത്തിൻ്റെ ചിറക്. എനിക്ക് 2 വിൻഡോ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ സീറ്റിൻ്റെ അടുത്ത്. ഒന്ന് പിന്നിലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്കായിരുന്നു അത് കൂടുതൽ. ഇത് കണ്ടോ, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതാണ് കാണുന്നത്. വാൻകൂവർ എന്നുള്ള വീഡിയോസ് അടുത്ത വ്ളോഗിലിടാം. ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവരും. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.